പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ബോഗൺവില്ല ഇവിടെ കാണിക്കാൻ പോകുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മളെല്ലാ ബോഗൺവില്ലയും വിരിഞ്ഞിട്ടുണ്ട്, പൂവ് വന്നിട്ടുണ്ട്, പല കളറുണ്ട്. അത് ഒന്നിന്മേൽ തന്നെ രണ്ട് കളറുള്ളതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇതിന്മേ ഒരു ചുവപ്പ്, പിന്നെ റെഡ് കളർ, ഒരു റോസ് കളർ കൂടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതിന്മേ മഞ്ഞ കളറാണ്. ഈ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഈ ബോഗൺവില്ലേൻ്റെ കടലാസ് ചെടി ഇത് വെള്ളയുണ്ട് കേട്ടോ. ഇവിടെ ഇത് വേറെ ഈ മരത്തുമ്പോൾ തന്നെ അല്ല കേട്ടത്. വേറെ അത് വേറൊരു ചെടിയാണ് കേട്ടോ, വേറെ ചെടി. ഇത് സെപ്പറേറ്റ് ആണ്, അല്ലാതെ ഒന്നിന്മേ അല്ല രണ്ട് കളറുള്ളത് കേട്ടോ. ഇത് പിന്നെ ഒരു പൂവ് തന്നെ രണ്ട് കളറായിട്ട് ഉണ്ടാവണം കേട്ടോ, റോസും വെള്ളി. പിന്നെ ഇവിടെ മഞ്ഞ ഇത് നല്ല ഷാറായിട്ട്, പിന്നെ അത് ഫുള്ള് പൂവാണ് കേട്ടോ. അത് മോൾക്ക് ഇങ്ങനെ പടർന്ന് പോകണമെങ്കിലൊക്കെ പുതിയ കൊമ്പുകളൊക്കെ നല്ല മഞ്ഞ കളറുള്ള പൂവാണിത്. മഞ്ഞ കളറ് ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ചുവപ്പ് കളറുണ്ട് കേട്ടോ, റെഡ് കളറാണിത്. പിന്നെ അവിടെ വെള്ളമുണ്ട്. പിന്നെ ഇത് വേറൊരു സൈസാണ് കേട്ടോ. അത് ഇങ്ങനെ പിന്നെ പടർന്നുണ്ടാകാത്ത ഓരോ കൊമ്പുമ്മൽ പൂവായിട്ടാണ് കേട്ടോ. ഈ പൂവ് അതിന്മേൽ ഇങ്ങനെ നിന്ന് അത് വലുതാവണമാണ് കേട്ടോ. അത്ര വലിയ പിന്നെ ഇത് പൂവായിട്ട് ഇങ്ങനെ നിൽക്കണില്ല. മറ്റേതിൻ്റെ ആയിട്ടുള്ള ഉണ്ടായിട്ടില്ല, അത് ഓരോ കൊമ്പുമ്മൽ ഇങ്ങനെ ഉണ്ടാവണമാണ്. പിന്നെ ഇതാണ് വേറെ ഇത് കണ്ടില്ലേ. പിന്നെ വേറൊരു പിന്നെ ആ മറ്റേ ചട്ടിയിലുള്ളത് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ദിമ്മുള്ളതല്ല. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇത് നീല കളറാണ് കേട്ടോ. ഒരു വലിയ നീല അല്ലെങ്കിൽ ഒരു കുറഞ്ഞൊരു വയലറ്റ് കളറ്. ഇതുപോലെ ഒന്നായിട്ട് പൂവ് വരാനാവണുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു ചെറിയ തൈയാണ് കേട്ടോ. ഇത് പിന്നെ നല്ല കളറ്, പിന്നെ നല്ല പൂവുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ പ്രത്യേകത പറഞ്ഞാൽ ഒന്നായിട്ടുള്ള പൂവ് ഒന്നിച്ച് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് വെള്ളയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഒരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ള ഈ ഒരു കൊമ്പുമ്മ ആ മരത്തുമ്മ തന്നെയാണ് ഈ കളറായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഒരു ചെറിയൊരു ക്ഷീണം ആ ചെടിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ അടിയിൽ കുറച്ച് വളമൊക്കെ മണ്ണൊക്കെ ഇളക്കി അതുകൊണ്ട് ഒരു വാട്ടതിനുണ്ട്. ഇതിന്മേൽ തന്നെയാണ്, ഈ കൊമ്പുമ്മ തന്നെയാണ് അതുപോലെ ഈ കളർ ഉണ്ടാകുന്നത് കേട്ടോ. ഒരു മരത്തുമ്മലാണ് ഈ രണ്ട് കളർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ വെള്ള വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ കാണിച്ചെന്ന ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഈ കളറാണല്ലോ ഇതിമുള്ളത്. ആ മരത്തുമ്മ തന്നെയാണ് ഈ വെള്ള ഉണ്ടാവുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിന്മേലാണ് ഈ പിന്നെ ഒരൊറ്റ കൊമ്പുമ്മലാണ് ഈ രണ്ട് കളർ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വെള്ള, ഇതിൻ്റെ ഈ ഒരു കൊമ്പുമ്മൽ വെള്ളയാണ്, അപ്പുറത്ത് ചുവപ്പ് കളറാണ്. അപ്പോൾ ഒരു മരത്തുമ്മ തന്നെ രണ്ട് കളർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ കാണിച്ച അതിൻ്റെ ഒരു തൈയാണ് കേട്ടോ അത് വേറെ. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇത് കണ്ടില്ലേ, ഇതിലും വെള്ളയും ചുവപ്പുമാണുള്ളത് കേട്ടോ. ഈ ഭാഗം വയലറ്റ് കളറ്, നീലല്ല കേട്ടോ, വയലറ്റ് കളറാണ് ഇത് ഉള്ളത്. ഈ ഭാഗത്തൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബീട്രൂട്ട് കളറാണ് കേട്ടോ. ഇത് നമ്മളൊരു ചെറിയൊരു കമ്പ് വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെതല്ല, അത് ഈ ഒരു ഇതിൻ്റെയാണ്. അപ്പം നമുക്കിപ്പോൾ പിന്നെ ഒരു 2 മാസം മുന്നൊക്കെ ഒരു കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ പൂവിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സീസണാണല്ലോ. നമ്മളിപ്പോൾ ഈ പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ തന്നെ അതിൻ്റെ സീസണ് തീരും കേട്ടോ. ഈ ഒരു 3-4 മാസമാണ് ഇതിൻ്റെ സീസണായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ തന്നെ വലിയ കമ്പ് നട്ടിട്ട് അത് പിന്നെ അപ്പോഴേ അത് പിന്നെ വലുതായിട്ട് നമുക്ക് നല്ല പൂക്കൾ തരുള്ളൂ കേട്ടോ. ഇവിടെ വലിയ മരങ്ങളാണ് കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ള പിന്നെ തൈകളായതുകൊണ്ടാണിത് ഇങ്ങനെ പൂവിടുന്നത് കേട്ടോ.
നമ്മൾ ചെറിയ തൈയിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഒരുപാട് ചട്ടി ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് ഈ കാരം. പക്ഷേ മറ്റേ ഒരു ഇതിൻ്റെ ഒരു തിക്ക് കിട്ടൂല കേട്ടോ. നല്ല പിന്നെ നമ്മൾ തുറന്നുണ്ടാകുമ്പോഴാണല്ലോ ഇതിൻ്റെ ഇത് കാണാൻ ഭംഗി. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗത്ത് ഇതിന് നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കൊല കുത്തി പൂവുണ്ടാവുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല കൊല കുത്തിയിട്ട് പൂവുണ്ടാവും. മറ്റേ ഒരു ബോഗൺവില്ലിൻ്റെ ആയിട്ട് ഇങ്ങനെ ഇതളായിട്ട് നിൽക്കുകയല്ല, നല്ല തിക്കായിട്ടാണിത്. കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മളുണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ ചെറുതാകുമ്പോൾ നമ്മൾ എഴുതും ഈ മറ്റേ കളറല്ല, അത് ഒരേ കളർ തന്നെയുണ്ട്. ഒരു ചെടിമെന്നാണ് ഇതൊക്കെ ഫുള്ളുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് കളർ ഡിഫറൻ്റ് ഒന്നുമല്ലത്, ഒരേ കളർ തന്നെയാണത്. അതുപോലെ തന്നെ അവിടെ 10 മണി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 10 മണി ഉണ്ട്. 10 മണിൻ്റെ അപ്പോൾ തന്നെ ഇവിടെ കുക്കുംബർ ഉണ്ടാക്കിയിട്ടുണ്ട്, ചീര ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുക്കുംബർ ഇവിടെ വലുതായിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ നമ്മൾ ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇതാണ്. കണ്ടില്ല, ഇവിടെ ഒരു കുക്കുംബർ ഉണ്ടോ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുളകുണ്ട്, ചീര ഉണ്ട്. പിന്നെ നമ്മൾ ഈ ലില്ലിപ്പോപ്പിൻ്റെത് പിന്നെ ഒരു പൂവുണ്ടായിട്ടുണ്ടല്ലോ, ഒരു പൂവുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കുളത്തിൽ ഇവിടെ പിന്നെ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആമ്പൽ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്നത് അതിൻ്റെ ആ സമയം കഴിഞ്ഞിട്ടോ, അതുകൊണ്ടാണ് അത് ചാഞ്ഞ് കിടക്കുന്നത്. ആ സമയം ആവുമ്പോഴത് സമയമായിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് ചാഞ്ഞ് വെള്ളത്തിൽ ഇതായി ടൈം എന്നൊരു കായ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് 2 പൂവാണുള്ളത്. പിന്നെ മുട്ടുകൾ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. നമ്മളിതിൽ ഗ്ലൂ ഫിഷിൻ്റെ പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയത്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നമ്മളെ പിന്നെ ഫിഷ് ടാങ്കിലൊക്കെ ഗ്ലാസിൻ്റെ കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ അത് അവിടെ നിന്ന് കണ്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു വലിയ രീതിയിൽ ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. വലുതായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ വല്ല ഇതിൽ വല്ല എന്തെങ്കിലും ജന്തുക്കൾ തവള അങ്ങനെ എന്തെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നശിച്ചു പോയി എന്ന് വിചാരിക്കട്ടോ. നമ്മൾ പിന്നെ ഫിഷ് ടാങ്കിൽ ഇപ്പം ഇങ്ങനെ കളറിങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇങ്ങനെ കാണാൻ സാധിക്കുള്ളൂ, അത്ര ചെറുതാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ ചിലപ്പോൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഇതിൻ്റെ തള്ള 2 പിന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ വലുത്. അത് നമ്മൾ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇതിൻ്റെ കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഒരു 500 കുട്ടികളൊന്നും അല്ല ഈ കാരം, അത്രക്ക് ഈ കുട്ടികൾ അതിലുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്, ഒരു 500 കുട്ടികൾ കൂടുതലായിരിക്കും. അത്രക്കും പിന്നെ കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പിന്നെ ഇപ്പോൾ പിന്നെ ഇത് അവിടുന്ന് പിടിച്ച് മാറ്റുകയാണ് ചെയ്തത്. ആ കുട്ടികളെ ഇതിൻ്റെ 2 ഇതുകൂടി കഴിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് പിടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അത് വലുതായിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായി അപ്പോൾ നമ്മൾ ഈ കുളത്തേക്ക് അത് മാറ്റും കേട്ടോ. ഈ കുളത്തേക്ക് മാറ്റിയാൽ നമ്മൾ ഇതിന് ഗപ്പികൾ അതിൽ നിന്ന് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അവർ തമ്മിൽ കടി കൂടിയിട്ട് പിന്നെ ആ കുട്ടികൾ അതും ഉണ്ടാകാതായിരിക്കും. ഗപ്പികളെ കുട്ടികളും ഉണ്ട് ഇത്. അപ്പോൾ ഗപ്പികളെ മാറ്റി ഇടുക, അതുപോലെ തന്നെ ഈ പിന്നെ മറ്റേ കുട്ടികളെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഈ വലിയ തള്ളാരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അതിൽ ഇനി വേറെ കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളെ കിട്ടുമല്ലോ. ഇതാണിപ്പോൾ നമ്മളെ തോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു വിഷയം കേട്ടോ. പിന്നെ നമ്മൾ ചെടികളും പച്ചക്കറി കുറച്ച് ഈ ഭാഗത്ത് പച്ചക്കറി ചീര ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ ബോഗൺവില്ലുണ്ട്, പല ചെടികളും ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ചെടികൾ ഇവിടെ പിന്നെ മുൻഭാഗത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലും ഫുള്ള് ചെടികൾ തന്നെയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ നിറയെ ചെടികളുണ്ട്. ഈ ഒരു സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ചെടികളാണ് കേട്ടോ. ഇവിടെ പിന്നെ പുല്ലുണ്ട്. പുല്ലിന് കുറച്ച് നനവിൻ്റെ പ്രശ്നം കുറച്ച് ദിവസം വിട്ട് നിന്നപ്പോൾ അത് നനക്കണതിനൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം നനച്ചാൽ അത് പച്ച കളറായിട്ട് വരും കേട്ടോ. അവിടെയുള്ള മാതിരി ഇപ്പോൾ തണലുള്ളിടത്തൊക്കെ നല്ല കളറുണ്ടല്ലോ,
അതുപോലെ തന്നെ ഇത് ആ കളറായിട്ട് വരും. ആ ഭാഗത്ത് നമ്മൾ പിന്നെ ആലിന് പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെടി ഇങ്ങനെ പരിപാലിക്കുക പറഞ്ഞാൽ നമുക്ക് ഇതിനോട് ഒരു ഇഷ്ടം വേണം കേട്ടോ. നമ്മൾക്ക് ഒരാൾക്ക് മാത്രം ഇതിനോടൊരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് ഈ ചെടികളൊന്നും പിന്നെ ആവില്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ഭാര്യയും മക്കളും എല്ലാവരും ഇതിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചെടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിത് ഈ ചെടി ഇങ്ങനെ വിജയിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ഇത് ഒരിക്കലും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളിവിടെ ഒരു ദിവസം വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവരൊരു ദിവസം വിട്ട് വെച്ചാൽ ഇത് നനയ്ക്കുക. ഒരു 2 ദിവസം നനച്ചില്ലെങ്കിൽ ഇതൊക്കെയാണ് നശിച്ചു പോകുമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടുകാരെ സപ്പോർട്ട് ഇതിന് അത്യാവശ്യമാണ് ഈ ചെടി മുന്നോട്ട് പോകണമെങ്കിൽ. അല്ലാതെ ഒരു വീട്ടിലൊരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല കേട്ടോ. അപ്പോൾ ഭാര്യൻ്റെ സപ്പോർട്ട് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഇതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ. ഞാൻ നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവളാണ് ഈ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഞാനിത് ഇങ്ങനെ മണ്ണ് നടത്തിയെടുക്കുക, അങ്ങനത്തെ വളം ചെയ്യൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം അവൾ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് നമുക്കിതൊക്കെ കുടുംബത്തിൽ വീട്ടിലൊരു കൂട്ടായൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അതില്ലാത്തവർ ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഇത് പിന്നെ വളടൽ, നനയ്ക്കൽ, തൈ ഉണ്ടാക്കൽ, ഇതിനൊക്കെ നമ്മൾ ഇതിന് മുന്നിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടീൻ്റെ ഒരു ഇതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെ ഉണ്ട്. നമ്മൾ ഈ തൂക്കിച്ചട്ടിയാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഈ ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാനും ഇവിടെ ഒരു ചുവപ്പ് നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വെയിലൊരു കഠിനമായ വെയിലിനെ തടയാൻ വേണ്ടിയിട്ട്. എന്നാലും ഈ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് വളർന്ന് ശരിക്കുണ്ടാവുള്ളൂ കേട്ടോ. ശരിക്കും അതിന് നല്ല വെയിലും പാടില്ല, നല്ല പിന്നെ തണലും പാടില്ല. അങ്ങനെ ഒരു മീഡിയം ഇതിൽ ഇങ്ങനെ നിർത്തിയെങ്കിലേ ഇത് പൂവിടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പൂവിടുന്നത് കേട്ടോ. നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറായി അങ്ങനെ നിൽക്കുള്ളൂ. നമുക്ക് ഇതിൻ്റെ പിന്നെ പൂവ് കിട്ടില്ല. ആ ഒരു ഓല ഒരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ ചെടിയൊക്കെ പിന്നെ ആദ്യം നമ്മൾ ചെറിയൊരു തൈ കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിന്മേൽ പൂവുണ്ടാകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ നമുക്ക് പിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതിലേക്ക് പിന്നെ എന്താ പിന്നെ പേര് മറന്നു. എപ്പോഴും എനിക്ക് ഇതിൻ്റെ പേര് ചെടികളെ പേരൊന്നും കിട്ടില്ല കേട്ടോ. നമുക്ക് നല്ലൊരു ഭംഗിയിൽ നിർത്താം. തൂക്കിയാട്ടിക്ക് ഏറ്റവും ഉചിതമായ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇത് നല്ലൊരു റൗണ്ടായിട്ടൊരു ബോൾ പോലെ നിൽക്കും കേട്ടോ. നമ്മളിനി ചട്ടി കാണാതെ ഇതുകൊണ്ട് വളർന്നൊരു നല്ല ഒരു രസമുള്ളൊരു തൂക്കിച്ചട്ടിക്ക് ഏറ്റവും യോജിച്ച ചെടി ഇതാണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഇതുണ്ട്, ഇതിൻ്റെ പേരറിയില്ല. അധികം പിന്നെ ചെടികളിൽ പേരറിയില്ല കേട്ടോ. നമുക്ക് പേര് നമ്മളിങ്ങനെ മനസ്സിൽ വെക്കും, അതങ്ങോട്ട് മറന്നു പോകും. അതാണ് പിന്നെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ഇതിൻ്റെ പേരൊന്നും ഓർത്തിരിക്കാൻ കഴിയില്ല. ഒരുപാട് ചെടികളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ബിഗോണിയേൻ്റെ പിന്നെ പേര് മറക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ആദ്യമേ നമ്മൾ ഇത് എല്ലാം പരിപാലിച്ച് പോരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും മറക്കില്ല അതിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഇത് മുളകിൻ്റെ തൈയാണ് കേട്ടോ. ഇത് കുറച്ച് കൂടുതലായിപ്പോയി, പിന്നെ മുരട് കൂടിപ്പോയി. ഇതുപോലെ നമ്മളിത് വഴുതനങ്ങയാണ്. ഇത് നമ്മൾ കുറേശ്ശെ നമ്മൾ ഇടാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വളർച്ച തന്നെ ബാധിക്കും കേട്ടോ. ഇതിൽ കൂടുതൽ ഒരുപാട് തൈയുണ്ട്. ഇതൊരു പാകത്തെ മുരടാണ്, എന്നാലേ നമുക്കിത് പറിച്ച് നടാനുള്ളൊരു ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കൂടുതലിങ്ങനെ ഈ വിത്ത് കൂടുതലായതുകൊണ്ടാണ് ഇതിങ്ങനെ തിങ്ങി വളരുന്നത്. ഇതിനിപ്പോൾ ഒരു മത്സര വളർച്ച ആയിട്ട് കമ്പ് ഇങ്ങോട്ട് നീണ്ട് അങ്ങോട്ട് ഉണ്ടായിട്ടൊരു ആരോഗ്യമില്ലാത്തൊരു തൈയാവും കേട്ടോ. കുറച്ച് പച്ചതാണ്, പിന്നെ ഇത്ര നടാൻ പാടില്ല. ഇതാണ് ഒരു നോർമൽ പിന്നെ അകലം. ഇത്രയെങ്കിലും അകലം വേണം, എന്നാലേ തൈകൾക്ക് ഒരു ആരോഗ്യമുള്ള തൈകളാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ മീൻകുളത്തിൻ്റെ പിന്നെ റൗണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് തൈകൾ ഉണ്ടാക്കിയത് നമ്മൾ അതിൽ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡ് പ്ലാന്റിൻ്റെയും പിന്നെ തൈകൾ ഇവിടെ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്.
ഇത് നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പുറത്തുകൊണ്ട് ഒക്കെ നമ്മൾ പിന്നെ അത് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പിന്നെ ചെടി കണ്ടോ, ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നിറയെ പൂക്കളാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇവിടെ നിലത്ത് മുട്ട പൂക്കളായിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊരു പിന്നെ എന്താണ് നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട മാതിരിയാണ് കേട്ടോ ഇങ്ങനെ പിന്നെ കാണാൻ. നമ്മൾ ആ ചെടീൻ്റെ ആ ഒരു വെള്ളപ്പൂവ് നല്ലൊരു കൊന്നപ്പൂവിൻ്റെ മാതിരി കൊലകൊലായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത്. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് നല്ല ഇത് പൂവ് ഇങ്ങനെ ഒരു പൂ അത്ര പെട്ടെന്ന് പൂവ് ചാടണമൊന്നുമില്ല കേട്ടോ. ഒരു ആഴ്ചയിലേറെയൊക്കെ ഓരോ പൂവ് നിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഒന്നും താഴെ ചാടി കിടക്കണില്ല. പിന്നെ അവിടെയൊക്കെ ഓരോ പൂ ഇങ്ങനെ ചാടിയിട്ടുള്ളൂ. എന്നാലും അത് നല്ല ഭംഗിയായിട്ട് പിന്നെ ഇത് വേണ്ടിയില്ലേ, ഇതിങ്ങനത്തെ ഒരു പൂമരമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തൊക്കെയാണ് ഇത് വെക്കേണ്ടത്. പക്ഷേ വെയിലുള്ള ഭാഗത്ത് ഇത് പൂവിടുന്നില്ല കേട്ടോ. പൂവ് ഇടുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇതേമാതിരി ഇങ്ങനെ കൊല കുത്തി ഉണ്ടാവണമെന്നില്ല, കുറേശ്ശേ പൂവുണ്ടാവുന്നു. പക്ഷേ ഈ വെയിലില്ലാത്ത ഇതൊരു തണലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല പിന്നെ പൂക്കൾ തരുന്നുണ്ട് കേട്ടോ. നല്ല പൂക്കൾ പറഞ്ഞാൽ നല്ല പൂക്കൾ തന്നെ ഉണ്ട്. അതുപോലെ ഇവിടെ പിന്നെ യൂഫോർബിയ പിന്നെ 2 സൈസാണുള്ളത് കേട്ടോ. ഇത് നമ്മൾ മദർ പ്ലാന്റ് ആണ്. അതാണ് പിന്നെ അത്ര ഒരു പിന്നെ നമ്മൾ ഇന്നിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കണോണ്ടാണ് അത്ര ഒരു ഉഷാറായിട്ട് വളരാത്തത്. പിന്നെ ഇവിടെ നമ്മൾ കുക്കുംബർ കേട്ടോ. കുക്കുംബർ പറയാന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കൊണ്ട് വളർന്ന് നല്ല കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ തന്നെ നമുക്ക് കണ്ടാലറിയാം. ഇവിടെ ഒരു കായുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാമേലും നല്ല കായ പിടിക്കണൊരു ഇതാണ് ഈ കുക്കുംബർ. നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം. ഒരാഴ്ച കൊണ്ട് നമുക്ക് പിന്നെ ഇല്ല, ഒരു 10-20 ദിവസം കൊണ്ട് നമുക്ക് ഇത് വലിയ മരം, ഒരു 25 ദിവസം കൊണ്ട് നമുക്ക് കായ പറിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വേണ്ടില്ല, ഇവിടെയൊക്കെ ഉണ്ട്. ഇതിന്മേ നിറയെ പിന്നെ ഇതാണ് കുക്കുംബറാണ്. ഇവിടെയൊക്കെ ഈ ഇതിന്മേലുണ്ട്. ഇവിടെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരഞ്ഞിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്മേലൊക്കെ കായകളുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇതിന്മേൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇതിന്മേൽ നമുക്ക് കുക്കുംബർ പറിച്ചെടുക്കാം കേട്ടോ. അത്രക്കുണ്ട്. ഇതവിടെയൊക്കെ ഉണ്ട്, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇതിലൊക്കെ ഒരു പൂമ്പാറ്റകൾ വന്നിട്ട് പിന്നെ മുട്ട ഇടുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നം. അപ്പം ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം കേട്ടോ. ഒന്നും മറക്കരുത്. നിർബന്ധമായിട്ടും ആദ്യമായിട്ടാണ് കാണുന്നവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ പിന്നെ ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ഓർക്കിഡിൻ്റെ പിന്നെ 2 കളറാണ്, ഒരു മഞ്ഞയും ഒരു വയലറ്റ് കളറും. ഇത് പിന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ പുതിയത് ഒരു ട്രിപ്പ് കഴിഞ്ഞ് 2ാമത്താണ് കേട്ടോ. ഇതൊരുപാട് ദിവസം നമുക്കൊരു 4 മാസത്തിൽ കൂടുതൽ ഈ പൂ ഇങ്ങനെ നിൽക്കും കേട്ടോ. അതാണ് ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എക്സ്പെൻസീവ് പിടിച്ചൊരു ചെടിയാണ് കേട്ടോ. ഇതിന് അതിൻ്റെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക, തൂക്കിയിടുക, അതിനുള്ള സ്റ്റാൻഡ്, അങ്ങനെ ഒരുപാട് പിന്നെ ചിട്ടകളൊക്കെ ഉള്ളൊരു ചെടിയാണിത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പൂവിടില്ല കേട്ടോ. അതിൻ്റെ ഇഷ്ടത്തിനൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് അത് പൂവിടില്ല. നമ്മൾ അതിൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക വേണം. എന്നാലത് പിന്നെ നല്ല രീതിയിൽ പൂവിടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പല കളറും ഉണ്ട് കേട്ടോ. വേണ്ടിയില്ലേ, ഇതൊരു വയലറ്റ് കളറാണ്.
കുറഞ്ഞൊരു വയലറ്റ് കളറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ പൂവും മൊട്ടുകളൊക്കെ വരുന്നുണ്ട്, തൈകളും വരുന്നുണ്ട്. ഇതല്ലേ ഇതിപ്പോൾ തൈ ഉണ്ടാകുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഓർക്കിഡിന് ഒരു തൈ ഉണ്ടാകുക പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പെൻസീവാണ് ഇതുപോലെ തൈകൾ കേട്ടോ. 400, 450, 900, 1200 രൂപ വരെ വരുന്ന ചെടികൾ ഇതിലുണ്ട് കേട്ടോ, തൈകളുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഒരു തൈ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്രക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനൊരു മുട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകണില്ല, ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.